വെൽക്കം ടു അത്തരാശി ഹിനോഡെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് CBSE NCERT മാത്സ് 7th ഗ്രേഡ് എക്സസൈസ് 9.2ലെ 8th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Find the cost of polishing a circular tabletop of diameter 1.6 meters if the rate of polishing is ₹15 per meter square. അതായത് ഇവിടെ നമുക്ക് ഈ ടേബിൾ ടോപ്പ് പോളിഷ് ചെയ്യാനുള്ള കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ടേബിൾ ടോപ്പ് പോളിഷ് ചെയ്യാനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഈ ടേബിൾ ടോപ്പിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ആണോ ഏരിയ ആണോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പോളിഷിംഗ് എന്നാണ്. അതായത് പോളിഷിംഗ് എന്ന് വെച്ചാൽ ഇത്രയും റീജിയൻ, അതായത് ടേബിളിൻ്റെ ഇത്രയും റീജിയനാണ് നമുക്ക് പോളിഷ് ചെയ്യേണ്ടത്. ഇനി ഈ റീജിയൻ എന്ന് വെച്ചാൽ എന്താ? ഈ ടേബിൾ ടോപ്പിൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇവിടെ ഈ ടേബിൾ ടോപ്പ് ഏത് ഷേപ്പിലാണ്? സർക്കുലർ ഷേപ്പിലാണ്. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം അല്ലേ? ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. ഇനി ഇവിടെ പൈ എത്രയാ? 3.14. സോ 3.14 ഇൻറ്റു ആർ. ആർ എന്ന് വെച്ചാൽ റേഡിയസ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഡയമീറ്റർ തന്നിരിക്കുന്നത്. ഡയമീറ്റർ എത്രയാ? 1.6 മീറ്റേഴ്സ്. അപ്പോൾ റേഡിയസ് എങ്ങനെ കിട്ടുക? ഹാഫ് ഓഫ് ഡയമീറ്റർ അല്ലേ? ഡയമീറ്റർ ഈക്വൽ ടു 1.6 മീറ്റേഴ്സ്. സോ റേഡിയസ് ഈക്വൽ ടു 1.6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ 1.6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1.6 ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടോപ്പ് പോർഷൻ്റെ ഏരിയ കിട്ടും. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോളിഷ് ചെയ്യാനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടേബിൾ ടോപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഗിവൺ ഡയമീറ്റർ ഓഫ് ദ ടേബിൾ ടോപ്പ് equal to 1.6 meters. Therefore, radius equal to 1.6 divided by 2. That is equal to, ഇനി നമുക്ക് 1.6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1.6 divided by 2. ഇവിടെ 1 less than 2 അല്ലേ? അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ്സ് എടുക്കണം. അപ്പോൾ 16 എടുക്കാം. പക്ഷേ അതിന് മുമ്പ് ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മുകളിലും ഒരു ഡെസിമൽ ഇടണം. അപ്പോൾ 0. ഇനി 16 എന്ന് പറയുമ്പോൾ 8 2s are 16. അപ്പോൾ നമുക്കിവിടെ 8 എഴുതാം. ഇവിടെ നമുക്ക് 16 കിട്ടും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0. ഈ ഡിവിഷൻ നമുക്ക് ഡെസിമൽ ഇടാതെയും ചെയ്യാം. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2ൻ്റെ ടേബിളിൽ 8 2s are 16. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് 8 അല്ലേ? ഇനി നമുക്ക് ഡെസിമൽ ഇടണം. അതിന് 1.6ൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ ഒരു ഡിജിറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കോഷ്യൻ്റിൽ അല്ലെങ്കിൽ ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 പ്ലേസ് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഡെസിമൽ ഇവിടെ ഇടണം. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് എത്രയാണ് കിട്ടുന്നത്? 1.6 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 മീറ്റേഴ്സ്. നൗ ഏരിയ ഓഫ് ദ ടേബിൾ ടോപ്പ്. ഈക്വൽ ടു എന്താ ഫോർമുല? പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ നമുക്കറിയാം 3.14 ഇൻറ്റു റേഡിയസ് എത്രയാ? 1.6 ബൈ 2 ഓർ 0.8, ഏത് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ 0.8 ആണ് എഴുതുന്നത്. അപ്പോൾ 0.8 മീറ്റേഴ്സ് ഇൻറ്റു 0.8 മീറ്റേഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു
0.8 ഇൻറ്റു 0.8 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 8 8s are 64. അപ്പോൾ നമുക്കിവിടെ 64 എഴുതാം. അതിനുശേഷം നമുക്കിനി ഡെസിമൽ ഇടണം. അപ്പോൾ 0.8 എന്ന് പറയുമ്പോൾ ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെയും ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ്സ്. അപ്പോൾ നമുക്ക് ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 കൗണ്ട് ചെയ്യുമ്പോൾ 6ൻ്റെ ലെഫ്റ്റിൽ ഡെസിമൽ ഇടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 0.64 മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് 3.14ഉം 0.64ഉം മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 314 ഇൻറ്റു 64. 4 4s are 16, 4 1s are 4, 4 plus 1 5, 4 3s are 12, 6 4s are 24, 6 1s are 6, 6 plus 2 8, 6 3s are 18. Adding 6, 4 plus 5 9, 8 plus 2 10, 8 plus 1 9, 9 plus 1 10, 1 plus 1 2. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 20096. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് 3.14ൽ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്, 0.64ലും ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റ്സ്. അപ്പോൾ ആൻസറിൽ നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 3 4 ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ വരും ഡെസിമൽ. ദാറ്റ് ഈസ് 2.0096 മീറ്റർ സ്ക്വയർ. ഇതാണ് ടേബിൾ ടോപ്പിൻ്റെ ഏരിയ. ഇനി നമുക്ക് പോളിഷ് ചെയ്യാനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റേറ്റ് ഓഫ് പോളിഷിംഗ് ഈക്വൽ ടു ₹15 per മീറ്റർ സ്ക്വയർ. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ പോളിഷ് ചെയ്യാൻ 15 റുപ്പീസാണ്. ഇപ്പോൾ ഈ 1 മീറ്റർ സ്ക്വയർ ഏരിയ എന്നത് ഇത്രയും പോർഷനാണെന്ന് വിചാരിക്കാം. ഇതിന് വേണ്ട കോസ്റ്റാണ്, ഇത് പോളിഷ് ചെയ്യാനുള്ള കോസ്റ്റാണ് ₹15 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ടേബിൾ ടോപ്പ് ഫുള്ളായിട്ട് ആ ടോട്ടൽ ഏരിയ പോളിഷ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ടേബിൾ ടോപ്പിൻ്റെ ഏരിയ ഇൻറ്റു ₹15 ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ കോസ്റ്റ് ഫോർ പോളിഷിംഗ് ദ ടേബിൾ ടോപ്പ് equal to area of the tabletop into cost for 1 meter square area. That is equal to tabletop in area എത്രയാ? 2.0096 meter square into കോസ്റ്റ് ഫോർ 1 മീറ്റർ സ്ക്വയർ എത്രയാ? ₹15. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യണം. 20096 ഇൻറ്റു 15. 5 6 are 30, 5 9s are 45, 45 plus 3 48, 500 4 500 5 2s are 10, 69002. Adding 6 4 4 103. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 301,440. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് ഇവിടെ ഡെസിമലിന് ശേഷം 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് 1 2 3 4. അപ്പോൾ ഇവിടെ വരും ഡെസിമൽ. അതുപോലെ ₹15 എന്നത് 1 മീറ്റർ സ്ക്വയറിനുള്ള കോസ്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ മീറ്റർ സ്ക്വയർ അത് ക്യാൻസലാക്കാം.
അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് 30.1440 റുപ്പീസ്. അതായത് ഈ ടേബിൾ ടോപ്പ് പോളിഷ് ചെയ്യാനുള്ള കോസ്റ്റ് 30.144 റുപ്പീസാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.